അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരൊക്കെ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് എൻ്റെ റിസൾട്ട് നാളെ കാലത്ത് വരികയാണ്. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് സ്വരാജ് വന്നേ പിന്നെ സംഭവം കളി മാറിയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിക്കണ്ട് ഇരിക്കുകയാണ്. നോർമലി അവിടെ പി വി അൻവറാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ നൈസായിട്ട് അത് പി വി അൻവർ കൊണ്ടുപോയേനെ. അതല്ല സ്വരാജും അല്ല ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും നമ്മളൊരു കൺഫേം ആയിട്ട് അത് യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു 2 കൊല്ലമായിട്ട്, അല്ല സോറി 2 നിയമസഭ ടൈമായിട്ട് ആ പി വി അൻവർ വാങ്ങിച്ചെടുത്തതാണത്. സോ അതുകൊണ്ട് എന്തായാലും അത് യു ഡി എഫിന് തന്നെ തിരിച്ചു പോകും ആ മണ്ഡലം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി കളി മാറി. സോ ഇപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനാണ് സത്യം പറഞ്ഞാൽ. ആര് ജയിക്കും എന്നുള്ളത് വളരെ ഒരു 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 കൺഫ്യൂഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. പി വി അൻവർ യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കുമോ എൽ ഡി എഫിൻ്റെ വോട്ട് പിടിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നാളെ വോട്ടെണ്ണൽ തുടങ്ങി ഫസ്റ്റത്തെ പഞ്ചായത്തുകളിൽ എണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കാര്യങ്ങൾ കിടക്കണമെന്നുള്ളത്. അവിടെ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ആർക്കാണ് ലീഡ് കിട്ടുന്നത്, എവിടെയാണ് പി വി അൻവറും എൽ ഡി എഫും യു ഡി എഫും ലീഡ് ചെയ്യുന്നതെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് തന്നെ ഡീകോഡ് ചെയ്യാൻ പറ്റും ആരാണ് ജയിക്കാൻ പോകണമെന്നുള്ളത്. സോ എനിവേ സ്വരാജിനൊരു 50-50 ചാൻസേ ഉള്ളൂ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ സ്വരാജ് നിലമ്പൂരത്തെ ഇലക്ഷൻ നിന്ന് ജയിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൽ ഡി എഫ് സി പി എമ്മുകാർ ആ മണ്ഡലം വിട്ടുകൊടുക്കില്ല. ഈ 1 കൊല്ലം ബാക്കിയുള്ളത് വെച്ച് അവരെങ്ങനെയെങ്കിലും ബഡ്ജറ്റ് ഇറക്കി ആ നിലമ്പൂർ മൊത്തത്തിൽ പൊക്കിയെടുക്കും. കാരണം വെച്ചാൽ പിന്നെ അത് സ്വരാജിൽ നിന്ന് കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് സി പി എമ്മുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് എന്തായാലും ഞാനും വിചാരിക്കുന്നത് സ്വരാജ് ജയിക്കട്ടെ എന്നാണ്. പക്ഷേ ഷൗക്കത്തിനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ.